വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ മുളകിൽ വന്നുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളെ കുറിച്ചാണ്. അതായത് കണ്ടവർക്ക് മനസ്സിലായിട്ട് ഇപ്പോൾ ഒരുപാട് എമോഷണൽ സീരിയസ് ആയിട്ടുള്ള എപ്പിസോഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ് ഭയങ്കരമായിട്ട് ഇപ്പോൾ മുളകിൽ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ എപ്പിസോഡ് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരാഴ്ച തുടക്കം തൊട്ട് തന്നെ ഭയങ്കര സീരിയസ് മോഡുള്ള സീരിയസ് എപ്പിസോഡുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും നീലുവിന് വയ്യാതായിട്ട് മുഖകുടപ്പിലിട്ട് വരുന്ന പോലത്തെ എപ്പിസോഡും കേശു പണിക്ക് പോകുന്ന പോലത്തെ എപ്പിസോഡുകളും അങ്ങനെ വെറും എമോഷണൽ എപ്പിസോഡുകൾ ഇപ്പോൾ വന്നുകൊണ്ട് ഇരിക്കുകയാണ്. എൻ്റർടൈൻമെൻറ്റ് എപ്പിസോഡുകൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുളകിൽ ചെറുതായിട്ട് ആ ഒരു സ്പീഡപ്പ് കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അതായത് ഫസ്റ്റ് തുടക്കത്തിൽ ഇപ്പോൾ സീസൺ 3യുടെ തുടക്കത്തിൽ വന്ന അത്രയും എൻ്റർടൈൻമെൻറ്റ് ഓറിയൻറ്റായിട്ടുള്ള കണ്ടൻസും അത്രയും ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു എപ്പിസോഡൊക്കെ പതിയെ എനർജി കുറയുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. റിപ്പീറ്റഡ് കണ്ടൻസ് ഒരുപാട് വരുന്നത് പോലെയും ഫീൽ ആവുന്നുണ്ട്. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം വന്ന ആ കേശുവിൻ്റെ എപ്പിസോഡുകൾ പോലും ക്ലൈമാക്സിലൊക്കെ ഒരു സിനിമാറ്റിക് ഡയലോഗുകളൊക്കെ ആയിട്ട് ഒരു റിയാലിറ്റി മിസ്സായി ആ ഒരു എപ്പിസോഡിലൊക്കെ. മാത്രമല്ല അതൊരു റിപ്പീറ്റഡ് കണ്ടൻറ്റും കൂടിയാണ്. അതായത് സീസൺ 1ലും അതുപോലത്തെ എപ്പിസോഡുകൾ ഉണ്ടായിട്ടുണ്ട്, സീസൺ 2ലും അതുപോലത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നു. മുടിയൻ പണിക്ക് പോകുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ബാല് പാറമടയിൽ പോകുന്നത് പോലെ ഇതേ സെയിം എക്സാക്റ്റ് കണ്ടൻറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ ഓരോരോ ജനറേഷനിലൂടെ അത് കാണിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഏതായാലും എപ്പിസോഡ് അടിപൊളിയായിരുന്നു, പക്ഷേ കുറച്ച് ഇമോഷണൽ ട്രാക്കിൽ പോയിൻ്റായിരുന്നു. അതായത് ഇപ്പോൾ മുളക് ഒരു 4 എപ്പിസോഡ് നല്ല എൻ്റർടൈൻമെൻറ്റ് എപ്പിസോഡ് വന്നിട്ട് ഒരു എപ്പിസോഡ് എമോഷണൽ എപ്പിസോഡ് തന്നു കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ അടുപ്പിച്ച് ഒരു എമോഷണൽ എപ്പിസോഡ് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഓഡിയൻസിന് ചെറുതായിട്ടെങ്കിലും ഒരു ചടപ്പ് തോന്നിപ്പിക്കാം. ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ആക്കാനായിട്ട് കുറച്ച് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് കൺഫേമാണ്. അതായത് മുടിയൻ എന്തായാലും വരാൻ പറ്റില്ല. സിദ്ധു എന്നൊരു കഥാപാത്രത്തെയോ അല്ലെങ്കിൽ മുടിയൻ ഇനി ഫ്യൂച്ചറിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ദിയ എന്നൊരു കഥാപാത്രത്തെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും അടിപൊളിയായിരിക്കും. പക്ഷേ മുടിയൻ വരാതെ ദിയെ മാത്രം കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. മുടിയൻ വരുമ്പോഴേ ദിയും വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ സിദ്ധു എന്ന കഥാപാത്രത്തെ ഇപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പോൾ മുളകിൻ്റെ റേറ്റിംഗ് വേറെ ലെവലിൽ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം സീസൺ 1 മുതൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് സിദ്ധു എന്നത്. ഇപ്പോൾ ഉപ്പുമുളകിന് വേണ്ടത് ഒരു റീ എൻട്രി തന്നെയാണ്. അതും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റീ എൻട്രി തന്നെയാണ്. അത് സിദ്ധുവായിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ലെവലിലുണ്ടാവും. ഇപ്പം ആ ഒരു കുറവ് ഉറപ്പായിട്ടും ഉപ്പുമുളകും ആ ഒരു ഫാമിലിയിൽ നന്നായിട്ട് അറിയുന്നുമുണ്ട്. അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒരു റീ എൻട്രി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയുണ്ട്. അതിൽ നിന്ന് ഏറ്റവും കയറ്റി ആരുടെയെങ്കിലും ഒരു ഫാമിലിനെ കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടി എൻ്റർടൈൻമെൻറ്റ് ഓറിയൻറ്റഡ് ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടാകും ഉറപ്പായിട്ടും. അതായത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും എന്നുള്ളത് കൺഫേമാണ്. കാരണം നമുക്കറിയാം ഇനിയിപ്പോൾ ഓണം സ്പെഷ്യൽ എപ്പിസോഡൊക്കെ വരികയാണ്. അതിന് മുമ്പ് തന്നെ കുറച്ച് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കഴിഞ്ഞ ദിവസം എപ്പിസോഡുകളിൽ കുറച്ച് കേശുവിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് 2 ക്യാരക്ടറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോംബോ ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കുറേ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉപ്പുമുളകും വീണ്ടും പഴയതുപോലെ എത്തുമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. നിങ്ങൾ ഉപ്പുമുളകിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡ് കാണാനാണോ അതോ എമോഷണൽ എപ്പിസോഡ് കാണാനാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.